ഇന്ന് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കുഞ്ഞും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചേച്ചിയുടെ റൂമിൽ പോയി. അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ റെഡി ആവുന്ന ടൈമിൽ ഋതു കുറച്ച് നേരം യൂട്യൂബിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഡിഗോ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ്, 9:30 രാത്രി. നമ്മളവിടെ ഒരു 10 മണിക്ക് ശേഷമാണ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 3 പേരുണ്ടല്ലോ, അപ്പോൾ പിന്നെ ലഗേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടാൻ തന്നെ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും 10 മണിക്ക് ശേഷം അവിടെ എത്തിയാൽ മതിയല്ലോ എന്ന് ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളവിടെ എത്തലും അവർ പുറത്തേക്ക് ഇറങ്ങണമൊക്കെ ഏകദേശം ഒരേ സമയം തന്നെയായിരുന്നു കേട്ടോ. നമ്മളൊരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവർ ഈ വരുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ സ്റ്റാറ്റസ് ഇടാനുള്ള കുറേ സെൽഫീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഋതുവിനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ അവൻ ആരുടെ അടുത്തേക്കും ആദ്യമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മെല്ലെയാണ് ആൾ ശരിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കണം. എല്ലാവരുടെയും നല്ല കമ്പനിയായി എല്ലാവരുടെ അടുത്തേക്കും പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ഞങ്ങളുടെ റൂമിലേക്കാണ്. അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ചേച്ചിയൊക്കെ കൂടിയിട്ട് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ്. കാരണം ഋതുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ കമ്മിങ് വീഡിയോസിൽ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.